നേരെ നോക്കിയാൽ കാണാം കേട്ടോ, മുൻഭാഗത്ത് ഇങ്ങനത്തെ ഒരു കിടിലൻ ആർക്കിടെക്ചറിലാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വരുന്നത്. ഇതിനെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം എന്ത് വലിയ റെയിൽവേ സ്റ്റേഷനാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ പറഞ്ഞോ. അവിടെയും വരും കവാടം 3 to 11 വരെ പ്ലാറ്റ്ഫോം. അപ്പോൾ 1 മുതൽ 11 പ്ലാറ്റ്ഫോം. ഇതിൻ്റെ നാളെ 8ാമത്തെ പ്ലാറ്റ്ഫോമിൽ കേട്ടോ ട്രെയിൻ വരുന്നത്. അത്രയും വലിയ റെയിൽവേ സ്റ്റേഷനാണ്. ഞാൻ ഓരോ പ്ലാറ്റ്ഫോമിൽ പോയിട്ട് കാണിച്ചു തരാം. നമ്മൾ മെയിൻ കവാടത്തേക്ക് എത്തിയിട്ടോ കേട്ടോ. നമ്മൾ ഇന്ത്യ ഫ്ലാഗിൻ്റെ കാറ്റത്ത് കിടന്ന ആടാണ് പൊളി. ഇതാണ് ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. MGR പുളച്ചിത്തലവി റെയിൽവേ സ്റ്റേഷൻ മതി. ഇതാണ് സംഭവം കേട്ടോ. അവിടെ വ്യക്തമായിട്ട് എഴുതിയിട്ടുണ്ട് പുളച്ചിത്തലവി ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ. നല്ല കിട്ടിയില്ല കേട്ടോ. മുമ്പ് കവാടം തന്നെ അടിപൊളി. അതിൻ്റെ അകത്ത് പോയിട്ട് നിങ്ങൾക്ക് ഓരോ പ്ലാറ്റ്ഫോമിൽ കൂടി നടന്ന് ഞാൻ കാണിച്ചു തരാം. ഇന്ന് എത്ര വിഷ്വൽസ് കാണിച്ചാലും മതിയല്ലോ. അത്ര ഭംഗിയിൽ ആ ചുവപ്പ് പെയിൻറ്റും കൂടി എടുത്തിട്ട് എന്ത് ഡ്രസ്സറിയോ കാണാൻ പൊള്ളി. മോനെ ക്ലോക്കൊക്കെ നോക്കണോ, നല്ല കിട്ടിയിലാണ് കേട്ടോ. അടിപൊളി ആർക്കിടെക്ചർ, രക്ഷയില്ല. അത് അകത്ത് പോയി നോക്കട്ടെ, അകത്തെ അവസ്ഥയിൽ നമ്മൾ അറിയേണ്ടത്. നമുക്ക് വലതുകാലം വെച്ചുകൊണ്ട് കയറട്ടോ. മോനെ കയറുമ്പോൾ തന്നെ കിടിലം ഫോട്ടോസൊക്കെ ആണല്ലോ കാണുന്നത് കണ്ടോ. നല്ല ഭംഗിയുള്ള കുറേ ചുമർചിത്രങ്ങളുണ്ട്. ഇത് മോനെ ഇപ്പം നമ്മൾ ഉദ്ദേശിച്ച റെയിൽവേ സ്റ്റേഷനൊന്നുമില്ല, വമ്പൻ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. കണ്ടോ മുമ്പാകം നോക്ക്, നൈസ്. ഓ അകത്തേക്ക് കയറുമ്പോൾ തന്നെ കണ്ടോ എത്ര എൻജിൻസ് ഒരുമിച്ച് നിൽക്കണമല്ലേ. ഓ വലിയ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. ഇരിക്കാനുള്ള സൗകര്യം കാരണം നമ്മളൊരു ഡെഡ് എൻഡ് പോലെയാണല്ലോ കേട്ടോ. ചെന്നൈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ ഡെഡ് എൻഡ് കണ്ടോ. അതുകൊണ്ട് തന്നെ ഇവിടെ എൻജിൻസ് ഒക്കെ കാണോ കേട്ടോ. ബാക്ക്ഗ്രൗണ്ടിൽ പാട്ട് വരുന്നത്, അതുകൊണ്ട് തന്നെ കോപ്പി റൈറ്റ് അടിക്കുമെന്നൊരു പേടിയില്ലേ. എത്ര ആളാണ് ഇത്, പൊളി. ഓ ഇത് വമ്പൻ റെയിൽവേ സ്റ്റേഷൻ കേട്ടോ. നല്ല ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ വെച്ച് പൊള്ളി. ആൾക്കാരിങ്ങനെ ഓപ്പോസിറ്റൊക്കെ ചെറിയൊരു നെഞ്ചെടുപ്പ് ഉണ്ടെങ്കിൽ ഞാൻ എടുക്കണ്ട കേട്ടോ വീഡിയോ. ആരും തടയുള്ള ചാൻസ് ഒന്നുമില്ല കണ്ടോ. എത്ര എൻജിൻസ് ഒരുമിച്ച് കണ്ടോ. 1, 2, അവിടെ വേറൊരു എൻജിൻ. പൊളി. ഈ സൈഡിൽ ഫുള്ള് ഷോപ്പുകളാട്ടോ. പാസ്പോർട്ട് ഓഫീസ് ആ സൈഡിൽ വേണം കേട്ടോ. ഫുള്ള് ഷോപ്പ്. എത്ര പേരല്ലേ അവിടെ കാത്തിക്കുന്നത് ഇല്ലേ. ആ ഫാനൊക്കെ ഇറങ്ങി നോക്കട്ടോ. അടിപൊളി കേട്ടോ. കിട്ടില്ലേ. നടന്നിരിക്കണ 5ാമത്തെ പ്ലാറ്റ്ഫോമിൽ കേട്ടോ. അപ്പോൾ 1, 2, 3 അപ്പുറത്താവും, ബാക്കി ഇങ്ങോട്ടാവും അല്ലേ. ഒരു പിടുത്തം കിട്ടില്ല. നമുക്ക് കുറച്ചൊന്ന് മുന്നോട്ട് പോയി നോക്കാം. ഒരു ആ സൈഡിക്ക് ഇവിടെ 5, ഇപ്പോൾ ബാക്കിയുള്ള പ്ലാറ്റ്ഫോമൊക്കെ ആ സൈഡിലേക്ക് തോന്നും കേട്ടോ. കൊള്ളാം കണ്ടോ. ഇവിടെ നിന്ന് അങ്ങോട്ട് പരന്ന് കിടക്കുക കേട്ടോ. നമുക്ക് കുറച്ച് ഞാൻ മറ്റേ ഡയറക്ഷനിലൊന്ന് പോയി നോക്കാം കേട്ടോ. കണ്ടോ അങ്ങോട്ട് നോക്കിയാൽ കാണാം കേട്ടോ. 7 to 11 വരുന്ന പ്ലാറ്റ്ഫോം ആ സൈഡിലേക്കാണ്, ബാക്കി ഇങ്ങോട്ടാണ്. കുറേ ഭംഗിയുള്ള കുറേ ചുമർചിത്രങ്ങളുണ്ട് കേട്ടോ. ഇത് നോക്കൂ, പ്ലേസിൽ അത് കാണാൻ വേണ്ടി ഇഷ്ടപ്പെട്ടു. റെയിൽവേഷനൊക്കെ അങ്ങനെ ഇഷ്ടപ്പെട്ടു കേട്ടോ. മുതൽ 11 വരെ വരുന്ന പ്ലാറ്റ്ഫോമുകൾ ആ സൈഡിലോട്ടോ. നമ്മളിപ്പോൾ അങ്ങോട്ട് നടന്നു പോകുന്നത് ഇവിടെ കേട്ടോ. ഏറ്റവും കൂടുതൽ ജനറൽ കാണാം. നമ്മളെ നാട്ടിലേക്ക് കൊണ്ട് ട്രെയിനും 8ാമത്തെ പ്ലാറ്റ്ഫോം ആ സൈഡിലോട്ടോ വരുന്നത്. അതും കൂടി കണ്ടു പോലെ നാളെ എവിടുന്ന കയറേണ്ടതും കൂടി ഉറപ്പിച്ച് കഴിഞ്ഞാൽ നാളെ ആ സമയത്ത് മാത്രം വന്നാൽ മതിയല്ലോ. ട്രെയിൻ നേരത്തെ ഒന്ന് ചുമ്മാ പോസ്റ്റ് അടിച്ചിരിക്കുന്നുണ്ട്. റൂം 12 മണി വരെ കിട്ടും. അപ്പോൾ അത് കഴിഞ്ഞ് വെക്കേറ്റ് ചെയ്താൽ മതിയല്ലോ. സൈഡിൽ വന്ദേ ഭാരത് കിടക്കണം. ഞാൻ പോയി നോക്കട്ടെ. അതല്ല എൻജിൻസ് ഇങ്ങനെ ഒരുമിച്ച് കിടക്കുമ്പോൾ എന്ത് ഭംഗിയല്ലേ കാണാൻ വേണ്ടി. കണ്ടോ അവിടെ ഒരു വന്ദേ ഭാരത് കിടക്കുന്നുണ്ട് കേട്ടോ. ചുമ്മാ വന്ന് എനിക്കൊരു വന്ദേ ഭാരത് കിട്ടിയെന്ന് പറഞ്ഞ പോലെ നൈസ്. വന്ദേ ഭാരതിൻ്റെ അപ്പുറത്ത് വേറെ ട്രെയിനും. ഓ ആ സൈഡിലും എൻട്രൻസ് ഉണ്ട്. അതാണ് നമ്മൾ ആ സൈഡിൽ കണ്ടത്. എത്ര ആളല്ലേ വരുന്നത്, എത്ര ആളുകൾ, ഏതൊക്കെ ജോലി ചെയ്യുന്നവർ, ഏതൊക്കെ സൈഡിലേക്ക് പോകുന്നവർ, എന്തൊക്കെ ലക്ഷ്യങ്ങളല്ലേ. വൻ സംഭവം കേട്ടോ. ഇവിടെയാണ് വന്ദേ ഭാരത് കിടക്കുന്നത്. എൻ്റെ മോനെ പൊളി. അവിടെ വേറെ ട്രെയിൻ ഇത്രേ ഉള്ളൂ ഗൈസ്. ഈ പ്ലാറ്റ്ഫോമത്തോടെ കഴിഞ്ഞു കേട്ടോ. വന്ദേ ഭാരത് കിടക്കണോക്ക് നൈസായില്ലേ. ഈ സൈഡിൽ വന്ദേ ഭാരത്, ഈ സൈഡിൽ ഫുള്ള് ആൾക്കാർ കേട്ടോ. കണ്ടോ വന്ദേ ഭാരത് ഇവിടെ കിടക്കണം കേട്ടോ. പൊള്ളി. നമുക്ക് വന്ദേ ഭാരതിൻ്റെ എൻഡ് വരെ നടന്നു നോക്കാമല്ലേ. നല്ല ഭംഗിയിട്ട് കാണാൻ വേണ്ടി. അപ്പത്തെ വേറെ ട്രെയിൻ ബോർഡ് ചെയ്യുന്നു. എന്തല്ലേ എത്ര ജനാടേ ഇവിടെ. MGR എന്ന് പറഞ്ഞാൽ സിമ്പിൾ അല്ല ഗൈസ്. ഈ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ വന്നാൽ അത്രയും ആൾക്കാരോട്ട് ഇവിടെ എന്നും വരുന്നത്. പൊള്ളി. ചുമ്മാ ഉച്ചയ്ക്ക് ഒന്നും ചെയ്യാമല്ലോ.
കാരണം 1-3 അമ്മാരി ചൂടാ കഴിച്ചു. അപ്പോൾ ആ നേരത്തെ റെയിൽവേ സ്റ്റേഷൻ്റെ അകത്ത് കയറി നടക്കാൻ ചോദിച്ചു. വന്നത് നന്നായിട്ടു, നിങ്ങൾക്ക് നല്ലൊരു കണ്ടന്റ് കാണിച്ചിടാൻ പറ്റി. കൂടെ ഒരു വന്ദേ ഭാരതും. അപ്പോൾ വന്ദേ ഭാരത് തമ്മിലേക്ക് നിങ്ങൾക്ക് ഈ തിരക്കും കൂടി ഒന്ന് കാണിച്ചു തന്നാൽ അടിപൊളിയോ കേട്ടോ. നമുക്ക് വന്ദേ ഭാരത് എൻഡ് വരെ നടന്നിട്ട് ഈ വീഡിയോ എൻഡ് ചെയ്യാം. നടന്നിട്ട് എൻഡ് എത്തിയിട്ടോ. അവിടെ ഇങ്ങനെ വന്ദേ ഭാരതിന് എൻഡ് വന്നു. നമ്മൾ നടന്ന് വന്ന വഴി ഇതോട്ടോ. അവിടെ റെയിൽവേ സ്റ്റേഷൻ്റെ കവാടം, ഇവിടെ മറ്റൊരു ട്രെയിൻ കിടക്കുന്നു. ഇത് അത്യാവശ്യം നല്ല കോച്ച് കേട്ടോ. പക്ഷെ പെയിൻ്റൊക്കെ കുറച്ച് ഇളകിങ്ങനെ കിടില. എന്തായാലും അടിപൊളിയായി, ഇഷ്ടപ്പെട്ടു. വന്നത് ഏതായാലും പോകത്തായി. നിങ്ങൾക്കും കുറച്ച് കാഴ്ചകൾ കിട്ടി. കാരണം റെയിൽവേ സ്റ്റേഷനിൽ ക്യാമറ അടിച്ചു കൊടുക്കുക അത്രയും ആൾക്കാർ ടൂറിസ്റ്റ് സ്പോട്ടിൽ കൂടെ നടക്കുന്ന പോലെയല്ല. ഭയങ്കര ടാസ്ക്കാണ്. കാരണം അത്രയും ഒഫീഷ്യൽസും പിന്നെ ആർക്കും വലിയ കുഴപ്പമൊന്നുമല്ല. നമ്മൾ ചുമ്മാ ട്രെയിനിൻ്റെ വിശ്വാസം കുറച്ച് ആൾക്കാരുടെ വിശ്വാസമല്ലേ കാണിച്ചിട്ട്, വേറെ പരിപാടിക്കൊന്നും അല്ലല്ലോ. അതുകൊണ്ട് വലിയ സീനില്ല ആണ് കേട്ടോ. ചെന്നൈ സബർബൻ റെയിൽവേ സ്റ്റേഷൻ. അതായത് ലോക്കലായിട്ട് ഇവിടെ വന്ന ട്രെയിനുകൾ, അതായത് ചെന്നൈയുടെ അകത്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുന്ന നമ്മൾ മെട്രോ പോലത്തെ കൺസെപ്റ്റ്. നമ്മൾ മുംബൈയിലൊക്കെ പോയി പറയുന്നത് സബർബൻ ട്രെയിനുകൾ, അങ്ങനത്തെ റെയിൽവേ സ്റ്റേഷൻ പോയി കാണുന്നത്. 17 പ്ലാറ്റ്ഫോം കണ്ടില്ലേ കാണിച്ചത്. അതിൻ്റെ 12 മുതൽ 16 വരെ ബാക്കി സബർബൻ ട്രെയിനുകളാട്ടോ. ഫുൾ ലോക്കലായി ഓടും. നിങ്ങൾക്ക് ട്രെയിൻ ഞാൻ കാണിച്ചെന്ന് നിങ്ങൾക്ക് മനസ്സിലാവും. മുംബൈയിലൊക്കെ പോയൊക്കെ നല്ല ഐഡിയ കിട്ടും. അങ്ങനത്തെ സെയിം ട്രെയിനുകളാണ്. അത്ര തിരക്കുകൾ ഇവിടെ ഇല്ല കേട്ടോ. മുംബൈ പോയ തിരക്കില്ല. മുംബൈ പിന്നെ അടുക്കാൻ പറ്റില്ല. ഒരു കുറി പോയിട്ട് വാച്ചൊക്കെ പൊട്ടേണ്ട അവസ്ഥ വരെ വന്നാൽ അമ്മായി തിരക്കാം. ഇങ്ങനത്തെ ചെറിയ ട്രെയിനുകൾ, നമ്മൾ മെമു ട്രെയിനുകളില്ലേ, ഏകദേശം അതേപോലത്തെ ട്രെയിനുകളാണ് ഈ സബർബൻ ട്രെയിനുകൾ. കണ്ടോ, ഒന്ന് ക്ലോസപ്പ് കാണിച്ചു തരാം. ആണ് സബർബൻ ട്രെയിൻ. കണ്ടോ, നിങ്ങൾക്ക് മെമു കറക്റ്റ് ഐഡിയ കിട്ടും. അങ്ങനത്തെ ട്രെയിനില്ല, ചെറിയ ലോക്കൽ ഡിസ്റ്റൻസ് ഓടാൻ വേണ്ടിട്ടോ. ഒരു സംസ്ഥാനത്തിൻ്റെ അകത്ത് ചില എന്താ പറയുക സിറ്റികളെ അകത്ത് ഓടുന്ന ട്രെയിൻ കേട്ടോ. ഇങ്ങനെ തൂങ്ങി പിടിച്ച് നിന്നോട്ട് പോവാം. ചെറിയ ചിലവേ ഉള്ളൂ. ചെറിയൊരു കണക്ടിവിറ്റി മാർഗ്ഗം, അടുത്തൊരു കണക്ടിവിറ്റി മാർഗ്ഗം, മെട്രോ പോലത്തെ ഒരു കണക്ടിവിറ്റി മാർഗ്ഗം. പക്ഷെ അത്ര വാസ്റ്റിൽ ഓടില്ല. കൂടുതൽ ആൾക്കാർക്ക് കേരളം AC ഉള്ളപ്പോൾ സബർബൻ ട്രെയിനുകൾ ഇറങ്ങിയിട്ട് കേട്ടോ. ഈ കാണുന്ന ട്രെയിനുകളൊക്കെയാണ്. ഇത്ര ആൾക്കാരല്ല ട്രെയിൻ പിടിക്കാൻ വേണ്ടി ഓടുന്നു. ഒന്നിട്ട് പോകുന്നത് എങ്ങോട്ടോ പോകുന്ന ലോക്കൽ ട്രെയിൻ. ഒരുപാട് പേര് ഓടുന്നുണ്ട് കേട്ടോ. ഈ ഓട്ടം കാണുന്നുണ്ട്. എത്ര വലിയ റെയിൽവേ സ്റ്റേഷൻ അല്ലേ. ഉള്ള എല്ലാവിധ കണക്ടിവിറ്റി ഉണ്ട് ചെന്നൈയിൽ. ബസ്സിന് ബസ്, ട്രെയിൻ, മെട്രോ, സബർബൻ ട്രെയിൻ, അങ്ങനെ എല്ലാവിധ കണക്ടിവിറ്റി ഉണ്ട് കേട്ടോ. ഇതൊക്കെ ഈ ട്രെയിൻ പിടിക്കാൻ വേണ്ടി ഓടുന്നതാണ്. എങ്ങോട്ടുള്ള വെച്ചിവിടെ എഴുതിയുണ്ട് കേട്ടോ. സ്ഥലങ്ങളെ പേരൊക്കെ ഹിന്ദിയിൽ എഴുതിയുണ്ട്, തമിഴ്, ഇംഗ്ലീഷ് എല്ലാ ലാംഗ്വേജിലും എഴുതിയുണ്ട്. പിന്നെ തൽക്കാലം നമ്മൾ പോകാതെ കണ്ടോ, ഇവിടെ എഴുതിയുണ്ട് എങ്ങോട്ടുള്ളതാണ്. തിരുവല്ലൂർ, അതേപോലെ തിരുത്താണി, അങ്ങനത്തെ കുറേ സ്ഥലങ്ങൾ എഴുതി. പ്ലാറ്റ്ഫോം എഴുതിയിട്ട് ഇപ്പോൾ എങ്ങോട്ട് പോകുന്ന ഇൻഫോർമേഷൻ ഇവിടെ എഴുതിയിട്ടുണ്ട് കേട്ടോ. കൊള്ളാം. എന്തായാലും നിങ്ങൾക്ക് ഇതുകൂടെ ഒന്ന് കാണിച്ചിട്ട് അയച്ചു. മറ്റൊരു ഇൻഫോർമേഷൻ ആയിക്കോട്ടെ അല്ലേ. ഇപ്പം നമുക്ക് ഇനി അടുത്ത കാഴ്ചയ്ക്ക് പോലെ കണ്ട വ്യൂ മറ്റേ സൈഡ് നിങ്ങൾക്ക് ഈ സൈഡിൽ നിന്ന് കാണിച്ചിട്ട് കേട്ടോ. എനിക്ക് എൻ്റെ ആർക്കിടെക്ചർ ഭയങ്കര ഇഷ്ടപ്പെടും. അത് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഞാൻ ഓരോ സൈഡിന് എടുത്ത് നിങ്ങൾക്ക് വിഷ്വൽസ് എടുത്ത് കാണിച്ചു തരുന്നു. ഇതിൻ്റെ മുന്നിൽ തന്നെ റെസ്റ്റോറൻറ്റ് ഉണ്ടോ, റെയിൽ കോച്ച് റെസ്റ്റോറൻറ്റ്, ചെറിയ റെസ്റ്റോറൻറ്റ് ഉണ്ട്. പൊളി കേട്ടോ, നൈസ് അല്ലേ. ഇതിൻ്റെ മുന്നിൽ എന്തോ ഉണ്ടല്ലോ സംഭവം, കൂളിംഗ് ടവർ ആണോ അത്? നൈസ്. അയ്യോ, ഇത് മറ്റേ സൈഡ് ഗൈസ്. റോഡ് മുറിച്ച് കിടക്കാറുള്ള എന്തായാലും പറയുക, നമ്മളെ അണ്ടർഗ്രൗണ്ടിൽ കൂടി പാസ് ചെയ്യുന്നുണ്ടാവില്ലേ, അതിൻ്റെ ഇതാട്ടോ, അതിൻ്റെ സംവിധാനമാണ് ഈ കാണുന്നത്. റെയിലിൽ ഓട്ടോ സ്റ്റാൻഡ്. ഇത് സബ്വേക്കുള്ള മാത്രം സംവിധാനം കേട്ടോ. അവിടെ ഇരിക്കാനുള്ള ഇരിപ്പിടം കേട്ടോ. ഇതിൻ്റെ അകത്ത് ലിഫ്റ്റ് കയറുക, താഴെ അണ്ടർഗ്രൗണ്ട് പാസ് ചെയ്യുന്നത്, അതുവഴി അപ്പുറത്തേക്ക് നടക്കുക. ഇവിടെ ഒക്കെ ഉണ്ടോ സബ്വേക്ക് പോകാനുള്ള വഴികൾ, ലിഫ്റ്റ് സബ്വേ പറഞ്ഞിട്ട് നൈസാണ്. ഈ റോഡ് മുറിച്ചെടുക്കാൻ കുറച്ച് ടാസ്ക് ഗൈസ്, അതിന് വേണ്ടി ഉണ്ടാക്കിയതാണ്. അതിൻ്റെ അകത്തുകൂടി കുറേ സ്ഥലത്തേക്ക് കണക്ട് ചെയ്യുന്നുണ്ട്. കാരണം റോഡ് മുറിച്ചെടുക്കാൻ മാത്രമല്ല ആ എൻഡും ഈ എൻഡും കുറേ എൻ്റെക്കുള്ള ഏരോ മാർഗം കാണാം അകത്ത് കയറിയ. എന്തല്ലേ ഇവിടെ നിന്നും കൂടി ഒരു കിട്ടും വ്യൂ കിട്ടി. പൊളി. ഇനി നമുക്ക് ഇത് ബസ് സ്റ്റാൻഡ് കാണാൻ പോകണം. അതാണ് എൻ്റെ അടുത്ത പ്ലാന്. ബസ് സ്റ്റാൻഡ് കാണുമ്പോൾ ഈ വെയിലൊന്നും ആറാതെ നടക്കൂല. ഇപ്പോൾ 5 മിനിറ്റ് ആയിട്ടല്ലേ.